പാകിസ്ഥാൻ കുറേ നാളായിട്ട് ഇന്ത്യയുടെ കാല് പിടിക്കുകയാണ്. ആ കാലുപിടിയുടെ ആക്കം കുറച്ചുകൂടി ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് വെള്ളം കിട്ടിയേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തിയിരിക്കുകയാണ്. നദീജല കരാർ വീണ്ടും പുനഃസ്ഥാപിക്കണമെന്നാണ് അവരുടെ ആവശ്യം ഇപ്പോൾ അത്യാവശ്യമായി വന്നിരിക്കുന്ന ഒരു സന്ദർഭമാണ്. എന്തൊക്കെയാണ് പുതിയ വിശദാംശങ്ങൾ? അത് തീർച്ചയായിട്ടും രഞ്ജിനി പറഞ്ഞത് വളരെ ശരിയാണ്. ഈ നദീജല കരാർ പുനഃസ്ഥാപിക്കണമെന്ന് പാകിസ്ഥാൻ നിരന്തരം ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഇന്ത്യ അത് കേട്ട മട്ട് കാണിക്കുന്നില്ല, കേട്ട ഭാവം നടിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ച് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ്, ഈ നദീജല കരാർ റദ്ദാക്കിയത് വരും മാസങ്ങളിൽ പാകിസ്ഥാനെ വലിയ സമ്മർദ്ദത്തിലാക്കും, പാകിസ്ഥാൻ വരണ്ടുണങ്ങും എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അത് നമ്മുടെ ആ പ്രവചനം അല്ലെങ്കിൽ നമ്മളന്ന് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ പരിപൂർണമായിട്ടും സത്യമായി തീർന്നിരിക്കുകയാണ്. പാകിസ്ഥാനിലെ 3 പ്രധാന പ്രവിശ്യകളിൽ കടുത്ത ജലക്ഷാമം നേരിടുകയാണ്. അതായത് പഞ്ചാബ്, സിന്ധ്, ഖൈബർ പഖ്തൂൺ ഈ 3 മേഖലകളിലും വലിയ രീതിയിൽ ജലപ്രതിസന്ധി, ജലത്തിൻ്റെ അഭാവം അവിടെ ഉണ്ട്. അവർക്ക് ലഭിക്കുന്ന ജലം ഇതിപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഇന്ത്യ പരിപൂർണമായിട്ടും ജലമൊഴുക്ക് നിയന്ത്രിച്ചിട്ടില്ല, ഭാഗികമായിട്ടാണ്. ഈ നദീജല കരാർ ഇന്ത്യ പുനഃസ്ഥാപിക്കില്ല എന്ന് പറഞ്ഞു, ഘട്ടം ഘട്ടമായിട്ട് അവിടേക്ക് വെള്ളം നൽകുന്നതിന് ഇന്ത്യ തടയുമെന്ന് പറഞ്ഞു, ടണലുകൾ കെട്ടി ആ വെള്ളം രാജസ്ഥാനിലേക്ക് ഒഴുകിക്കൊണ്ട് പോകാനാണ് ഇന്ത്യയുടെ പദ്ധതി. ഇതൊക്കെ പാകിസ്ഥാൻ അറിയാം. പക്ഷേ ഇപ്പോൾ തന്നെ ഈ കൊടുത്തുകൊണ്ടിരുന്ന ജലത്തിൻ്റെ ഒരു ചെറിയ ശതമാനം കുറഞ്ഞപ്പോൾ തന്നെ പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയായിരിക്കുകയാണ്. ഏതാണ്ട് പാകിസ്ഥാൻ്റെ GDPയുടെ 23% ഡൊണേറ്റ് ചെയ്യുന്നത്, സംഭാവന ചെയ്യുന്നത് അവരുടെ കാർഷിക മേഖലയാണ്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ വലിയ തിരിച്ചടി പാകിസ്ഥാന് കിട്ടും എന്ന് തീർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ അത് അവരുടെ GDPയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നും തീർച്ചയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ രേഖകൾ, ഈ പാകിസ്ഥാൻ്റെയും ഇന്ത്യൻ സർക്കാരിൻ്റെയും രേഖകൾ അനുസരിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷം കൊടുത്തിരുന്ന ആ വെള്ളത്തിൻ്റെ 20% കുറച്ചു. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തുകൊണ്ടിരുന്നതിൻ്റെ 80% മാത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ട് തന്നെ അത്രയും ആ 80% കിട്ടിയിട്ട് പോലും പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ നമ്മൾ പഞ്ചാബിൽ കഴിഞ്ഞ വർഷം ഏതാണ്ട് 37 ലക്ഷം ലിറ്റർ ജലമാണ് ഇന്ത്യ നദികളിലൂടെ കൊടുത്തിരിക്കുന്നത്. ഒരു സെക്കൻഡിൽ ഏകദേശം 37 ലക്ഷം ലിറ്റർ ജലം അവിടെ കിട്ടുമായിരുന്നു. അത് ആ നീരൊഴുക്ക് ഇപ്പോൾ നമ്മൾ കുറച്ചുകൊണ്ട് വന്നിട്ട് സെക്കൻഡിൽ 31.3 ലക്ഷം ലിറ്റർ മാത്രമാക്കി ചുരുക്കി. അപ്പോൾ അത്രയും ഈ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത് 37 ലക്ഷമാണെങ്കിൽ അതിൽ നിന്ന് ഏതാണ്ട് ഒരു 5 ലക്ഷത്തോളം കുറച്ചു, 31.3 ലക്ഷം. ഇത് ഒരു സെക്കൻഡിൽ കിട്ടുന്ന ജലമാണ്. അത് ആണ് നമ്മൾ പഞ്ചാബ് പ്രവിശ്യയിൽ കുറച്ചിരിക്കുന്നത്. സിന്ധിലാകട്ടെ 1,70,000 ക്യൂസെക്സ്. ഈ ക്യൂസെക്സ് എന്ന് പറഞ്ഞ ഒരു മാനദണ്ഡത്തിലാണ് ഇവർ കണക്ക് പറയുന്നത്, വെള്ളം കൊടുക്കുന്നതിൻ്റെ അളവ്. അതിപ്പം 1,33,000 ക്യൂസെക്സ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഖൈബർ പഖ്തൂണിൽ കഴിഞ്ഞ വർഷം 2,900 ക്യൂസെക്സ് കൊടുത്തിരുന്നെങ്കിൽ ഇത്തവണ അത് 2,600 താഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ പാകിസ്ഥാനിൽ ഈ ഖാരിഫ് വിളയുടെ സീസണാണ്. അത് നമ്മൾ ഇരിപ്പൂ കൃഷി എന്നൊക്കെ പറയുന്നത് പോലെ, ഇരിപ്പൂ കൃഷി എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ഈ ഖാരിഫ് വിളകളെ ഇത് രൂക്ഷമായി ബാധിച്ചിട്ടുണ്ട്. ഈ ജലത്തിൻ്റെ കുറവ്, ഈ ചെറിയ ഒരു കുറവ് വരുത്തിയപ്പോൾ തന്നെ അപ്പോൾ നമ്മൾ ജലം പരിപൂർണമായിട്ടും കൊടുക്കുന്നത് കുറച്ചാൽ എന്തായിരിക്കും, പാകിസ്ഥാൻ മരുഭൂമിയായിട്ട് മാറും എന്ന് തീർച്ചയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ സിന്ധു, ചിനാബ്, അതുപോലെ ബിയാസ് ഈ 3 നദികളിലെ വെള്ളമാണ് 160 കിലോമീറ്റർ നീളുന്ന തുരങ്കമുണ്ടാക്കി രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അത് രാജസ്ഥാനിലേക്ക് ഒഴുക്കാനാണ് തീരുമാനം. അതോടുകൂടി ഈ കൃഷിക്ക് പൂർണ്ണമായ തിരിച്ചടി, ഈ സിന്ധു നദിയിലെ വെള്ളത്തെയാണ് പാകിസ്ഥാൻ കൃഷിക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. അതിന് പരിപൂർണമായ തിരിച്ചടി നേരിടും. ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാൻ നീങ്ങും എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലെ ഈ പാകിസ്ഥാനിലെ അണക്കെട്ടുകളിലെല്ലാം ജലക്ഷാമം രൂക്ഷമാണ്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് പാകിസ്ഥാനിലെ തന്നെ യൂട്യൂബർമാരും ബ്ലോഗർമാരും പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ
സംഭവം പുറത്തു വിടുന്നുണ്ട്. ഡാമുകൾ വറ്റി തുടങ്ങി എന്നുള്ള ആ വാർത്ത പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ വേനൽക്കാലം തീരുകയാണ്. അപ്പോൾ വേനൽ വിളകളുണ്ട്, വേനൽക്കാലത്തെ കൃഷിയുണ്ട്. അതും ഈ നമ്മൾ കൊടുക്കുന്ന ജലം ഉപയോഗിച്ചാണ് ആ കൃഷി ചെയ്തിരുന്നത് പാകിസ്ഥാൻ. അതായത് പരുത്തി, അതുപോലെ ചോളം, ഇത് രണ്ടിൻ്റെ ഉൽപ്പാദനത്തിൽ വലിയ കുറവാണ് വന്നിരിക്കുന്നത്. അത് 30 യഥാക്രമം ഈ പരുത്തിയിൽ 30%, അതുപോലെ ചോളത്തിൻ്റെ 15% കുറവാണ് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ അതുപോലെ ഗോതമ്പിൻ്റെ ഉൽപ്പാദനം അതും 9% കുറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, GDPയുടെ 23% കാർഷിക മേഖലയിൽ നിന്നാണ് വരുന്നത്. അങ്ങനെയുള്ള പാകിസ്ഥാന് ഈ പറയുന്നത് പോലെ ഇത്രയും കുറവുണ്ടായപ്പോൾ വലിയ തിരിച്ചടിയാണ്, അവരുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കാൻ പോകുന്ന കനത്ത പ്രഹരമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ കരാർ പുനഃസ്ഥാപിക്കണം, തീരുമാനം പുനഃപരിശോധിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട് ഇന്ത്യയുടെ കാല് പിടിക്കും. ഈ പാക് ജലവിഭവ മന്ത്രിയുണ്ട് സയ്യിദ് അലി മുർത്താസ. അദ്ദേഹം 4-ലധികം കത്തുകൾ, 5-മത്തെ കത്തും ഇപ്പോൾ അയച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ കത്തുകൾ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. ഇതിനെല്ലാം ഇന്ത്യയുടെ ഒറ്റ മറുപടിയേ ഉള്ളൂ: രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല. അത് ഇനി പ്രതീക്ഷിക്കേണ്ട, രണ്ടിലേതെങ്കിലും ഒന്ന് ഉള്ളൂ. അത് നിങ്ങൾ തീരുമാനിക്കുക എന്ത് വേണമെന്നുള്ളത്. നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ട് അദ്ദേഹം അധികാരമേറ്റപ്പോൾ പറഞ്ഞു, നല്ല അയൽക്കാരെയാണ് ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങളായിട്ടൊരു പ്രശ്നത്തിനും വരുന്നില്ല, അതുകൊണ്ട് ഞങ്ങളോട് പരിപൂർണമായി സഹകരിക്കണം. അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് 2014 ആദ്യത്തെ സത്യപ്രതിജ്ഞയ്ക്ക് തന്നെ അയൽദേശങ്ങളെല്ലാം പ്രത്യേകം ക്ഷണിച്ചു. പാക് പ്രധാനമന്ത്രിയെയും ഒക്കെ അദ്ദേഹം ക്ഷണിച്ചു, പങ്കെടുത്തു. അതുപോലെ അവിടം അദ്ദേഹം സന്ദർശിച്ചു. അന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെറീഫിൻ്റെ മകളുടെ വിവാഹത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ഇതൊക്കെ ചെയ്തു. അന്ന് അദ്ദേഹം സൗഹൃദത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്നിട്ടു. പക്ഷേ പാകിസ്ഥാൻ കൊണ്ടില്ല. അവിടുത്തെ സൈന്യം അതിന് ഒരു വിലയും കൽപ്പിച്ചില്ല. ഇപ്പോഴെന്താണ്, ഇന്ത്യ ഈ നദീജല കരാർ റദ്ദാക്കിയതോടുകൂടി പാകിസ്ഥാൻ വലിയ വായിൽ നിലവിളിച്ച് ആദ്യം ലോകബാങ്കിൻ്റെ അടുത്ത് പോയി. ലോകബാങ്കിനോട് സഹായം അഭ്യർത്ഥിച്ചു, ഇന്ത്യയെ ഉപരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്ത്യ വലിയ കൊടും ക്രൂരതയാണ് ഞങ്ങളോട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നിലവിളിക്കുകയായിരുന്നു. ലോകബാങ്ക് പറഞ്ഞു, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇടപെടാൻ സാധിക്കില്ല, ഞങ്ങൾ ഈ കാര്യത്തിൽ ഇന്ത്യയോട് യാതൊരു വിധത്തിലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ സാധിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊള്ളുക എന്നാണ് ലോകബാങ്ക് വ്യക്തമാക്കിയത്. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ലോകബാങ്കിൻ്റെ അടുത്തൊക്കെ പോയിട്ട് നടക്കാത്തത് കൊണ്ടാണ് പാകിസ്ഥാൻ്റെ ജലവിഭവ മന്ത്രി നേരിട്ട് കത്തയച്ചിരിക്കുന്നത്. ആ കത്തിന് കൃത്യമായ മറുപടി ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല. പ്രധാനമന്ത്രിയുടെ തീരുമാനമാണ്, അതിന് മാറ്റാൻ സാധിക്കില്ല, മാറ്റണമെങ്കിൽ അതിന് തക്കതായ കാരണങ്ങൾ വേണം എന്നാണ് ഇന്ത്യയുടെ നിലപാട്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. പാകിസ്ഥാന് നമുക്കറിയാം, അവിടെ സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. അവിടെ ഈ പറയുന്നത് പോലെ മരുന്നില്ല, ഭക്ഷണമില്ല, കുടിവെള്ളമില്ല, ഊർജ്ജ പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ. എല്ലാറ്റിനും ഉപരി ഏത് നിമിഷം വേണമെങ്കിലും അവിടെ ഒരു പട്ടാള അട്ടിമറി നടക്കും എന്ന് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാവരും ആശങ്കപ്പെടുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാനിൽ ഒരു പട്ടാള അട്ടിമറി സംഭവിച്ച് ജനാധിപത്യം സമ്പൂർണ്ണമായിട്ടും അവിടെ ഇല്ലാതാവും. ഇപ്പോൾ പേരിനെങ്കിലും ജനാധിപത്യമുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ അതുകൂടി ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ പോകും എന്നാണ് പൊതുവെ ഉള്ളൊരു വിലയിരുത്തൽ. മുന്നിന്മേൽ കുരു എന്നതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ ഈ നദീജലം, ഇന്ത്യയിൽ നിന്നുള്ള നദീജലത്തിൽ വലിയ കുറവ് വരികയും അത് കൃഷിയെ ബാധിക്കുകയും ചെയ്തിരിക്കുന്നു. കൃഷിയെ മാത്രമല്ല, അവിടുത്തെ ജലസേചന പദ്ധതികളെല്ലാം, കുടിവെള്ളം പോലും പാകിസ്ഥാന് വലിയ രീതിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പഞ്ചാബ്, സിന്ധ്, ഖൈബർ പഖ്തൂൺഖ്വ ഈ മേഖലകളിൽ ഇവിടെയാണ് കൃഷി കാര്യമായിട്ടുള്ളത്. ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു മരുഭൂമി പോലത്തെ പ്രദേശമാണ്. അവിടെ ഈ ധാതു സമ്പത്തുകൾ ധാരാളമുണ്ട്, പക്ഷെ അവിടെ നിന്ന് അങ്ങനെ കൃഷി ചെയ്യാൻ സാധിക്കില്ല. കൃഷി വളരെ കുറവാണ്. ഇപ്പോൾ ഇന്ത്യ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു നിലപാടിൽ നിൽക്കുമ്പോൾ തിരിച്ചൊരു പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ തിരിച്ചൊരു സംഘർഷത്തിനോ അവർക്ക് സാധ്യമല്ല. ഇനിയെങ്കിൽ ചൈനയുടെ സഹായം, മറ്റെന്തെങ്കിലും സഹായം തേടാൻ സാധ്യതയില്ല? ഇല്ല, ചൈനയുടെ സഹായവും ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ തേടുമെന്ന് തോന്നുന്നില്ല. കാരണം അമേരിക്കയുമായിട്ട് കൂടുതൽ
പഴയതുപോലെ അടുക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന് ചൈനയോട് തങ്ങൾക്ക് അകൽച്ചയുണ്ട് എന്ന് അമേരിക്കയെ ബോധ്യപ്പെടുത്തണം. അല്ലാത്ത പക്ഷം ഈ അമേരിക്കയിൽ നിന്ന് പാകിസ്ഥാൻ ഇപ്പോൾ ആവശ്യം വലിയ തുക നൽകി സഹായിക്കാൻ കഴിയുന്ന ആൾക്കാരെയാണ്. അപ്പോൾ ഈ ഇറാനെ ആക്രമിക്കാൻ പാകിസ്ഥാൻ്റെ ഭൂമി ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അസിം മുനീർ അത് വെള്ളിത്തളികയിൽ വെച്ച് കൊടുക്കും. പക്ഷെ പണത്തിനേക്കാളും അപ്പുറം കുടിവെള്ളമില്ലെങ്കിൽ മനുഷ്യരാശിയുണ്ടോ? അവരെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ പുറത്ത് പല സമ്മർദ്ദങ്ങളും ചെലുത്താൻ സാധിക്കും. അവർ ആ വഴിക്കാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതൊക്കെ അമേരിക്കയും ശ്രമിച്ചു നോക്കിയിട്ട് മോദി പറഞ്ഞത് അതങ്ങ് കയ്യിൽ വെച്ചേക്ക് മോനെ, ഇങ്ങോട്ട് എടുക്കണ്ട. അതൊക്കെ എത്ര കണ്ട് പാകിസ്ഥാന് ഗുണമായി തീരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട കാര്യങ്ങളാണ്. ഇന്ത്യ പഴയ ഇന്ത്യയല്ല. അതുകൊണ്ട് സമ്മർദ്ദങ്ങൾക്കൊന്നും ഇന്ത്യ അങ്ങനെ വഴങ്ങില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഭീകര ക്യാമ്പുകൾക്കെതിരെയും ഭീകരത കയറ്റുമതി ചെയ്യുന്നതിനെതിരെയും ശക്തമായ നടപടി സ്വീകരിച്ചാൽ ഇന്ത്യ വളരെ കൃത്യമായിട്ടൊരു നല്ല അയൽരാജ്യമായിട്ട് നല്ല അയൽക്കാരൻ, പിന്നെ സഹായ മനസ്ഥിതിയുള്ള അയൽക്കാരൻ, നല്ല ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക് ഇന്ത്യയെ നിലനിർത്തണമെങ്കിൽ പാകിസ്ഥാൻ തന്നെ വിചാരിക്കണം. അവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളും അവസാനിപ്പിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. അല്ലെങ്കിൽ ഒരു കാലത്തും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല.